ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കോളിഫ്ലവറും ഗ്രീൻ പീസും വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാലയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇത് ചപ്പാത്തി, ഇടിയപ്പം, ആപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. എന്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം കോളിഫ്ലവറും ഗ്രീൻ പീസും വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. കോളിഫ്ലവർ വളരെ ചെറുതായ കഷ്ണങ്ങളാക്കി നുറുക്കണ്ട, കുറച്ചൊരു മീഡിയം സൈസ് പീസസ് ആയിട്ട് നുറുക്കിയെടുക്കാം. ഞാൻ കോളിഫ്ലവറിന്റെ ഒപ്പം ഗ്രീൻ പീസും ചേർക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഇത് രണ്ടും ചേർത്ത് ഒരു 6 to 7 മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കാം. അധികം നേരം വേവിക്കരുത്, അപ്പോൾ കോളിഫ്ലവർ പെട്ടെന്ന് കുഴഞ്ഞു പോവും. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർക്കാം. അടുത്തത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സവാള നല്ലോണം വഴണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒക്കെ പോണ വരെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ നല്ലോണം കുറച്ചിട്ട് എല്ലാ മസാലപ്പൊടികളും ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാം. പൊടികളൊക്കെ ചേർത്ത് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുത്തത് കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഈ തക്കാളി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ബാക്കി കറികളിലൊക്കെ ചെയ്യണ മാതിരി തക്കാളി ഭയങ്കരമായിട്ട് വേവിച്ച് ഉടയ്ക്കണില്ല. ഈ ഒരു കറിക്ക് തക്കാളി അധികം ഉടയാണ്ട് അതിന്റെ ഷേപ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് നല്ലത്. അപ്പൊ നമ്മൾ ഓവർ കുക്ക് ചെയ്യണില്ല തക്കാളി. ഇപ്പൊ മസാലയൊക്കെ നല്ലോണം കുക്കായി അതിന്റെ എണ്ണ തിരിഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളിയും ഞാൻ പറഞ്ഞ മാതിരി അധികം കുക്കാവാണ്ട് അതിന്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ഗ്രീൻ പീസും ചേർക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഒരു 6 മിനിറ്റ് കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് ഊറ്റിയെടുത്ത് ഞാനത് അങ്ങനെ തന്നെ പച്ചവെള്ളത്തിൽ കാണിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ കോളിഫ്ലവറിന്റെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ആയിക്കോളും. പിന്നെ അതിന് ശേഷം അത് കൂടുതൽ ഓവർ കുക്ക് ആവില്ല. കോളിഫ്ലവർ ചേർത്തൊന്ന് ഇളക്കി ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കാഷ്യൂവിന്റെ പേസ്റ്റ് റെഡിയാക്കാം. ഒന്നുമില്ല, ഒരു 8 to 10 കാഷ്യൂ നട്ട്സും ഒരു ടേബിൾ സ്പൂൺ പാലും ചേർത്ത് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർക്കാം. കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്ത് ഇളക്കി വീണ്ടും ഒരു 2 to 3 മിനിറ്റ്സ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ നമ്മളുടെ കോളിഫ്ലവർ മസാല റെഡിയായി. ഞാൻ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു സെമി ഗ്രേവി മസാലയാണിത്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നല്ലോണം മല്ലിയില ചേർക്കാം. നല്ല ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഉഗ്രൻ ടേസ്റ്റ് ഉള്ള ഒരു മസാല കോളിഫ്ലവർ മസാല കറിയാണിത്. ചപ്പാത്തിയുടെ ഒപ്പം അല്ലെങ്കിൽ ബാസ്മതി റൈസിന്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.